നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചന്ദ്രാപിനി ഈസ്റ്റിൽ സ്കൂളിൽ തീപിടുത്തം. ക്ലാസ് മുറികളും കമ്പ്യൂട്ടർ ലാബും കത്തിനശിച്ചു. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം. 25ഓളം കുടിവെള്ള ടാപ്പുകൾ തകർത്ത നിലയിൽ. കൊടുങ്ങല്ലൂർ ശ്രീകുരമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ചെറുഭരണി ഉത്സവത്തിന് കൊടിയേറി. വിരുദ്ധ ശല്യം പതിവായ സ്കൂളിൽ തീപിടുത്തം. ക്ലാസ് മുറികളും കമ്പ്യൂട്ടർ ലാബും ഉൾപ്പെടെ സ്കൂളിന്റെ പകുതി ഭാഗം കത്തിനശിച്ചു. എടത്തുരുത്തി പഞ്ചായത്തിലെ ചന്ദ്രാപിനി ഈസ്റ്റ് പാപ്പു മാസ്റ്റർ സ്മാരക UP സ്കൂളിലാണ് ശനിയാഴ്ച പുലർച്ചെ 2:30 തീപിടുത്തമുണ്ടായത്. ഓടുമേഞ്ഞ കെട്ടിടത്തിലെ 4 മുറികൾ പൂർണ്ണമായും മറ്റുള്ളവ ഭാഗികമായും കത്തിനശിച്ചു. 2 ക്ലാസ് മുറികളും ഒരു കമ്പ്യൂട്ടർ മുറിയും സ്റ്റോർ മുറിയുമാണ് പൂർണ്ണമായും കത്തിയത്. ഇതിൽ സൂക്ഷിച്ചിരുന്ന 2 കമ്പ്യൂട്ടറുകൾ, LCD സ്ക്രീൻ, 300ഓളം CDകൾ, 30 കസേരകൾ, മറ്റ് ഫർണിച്ചറുകൾ, SSA പദ്ധതി പ്രകാരമുള്ള കുട്ടികളുടെ പഠന സാമഗ്രികൾ എന്നിവയെല്ലാം കത്തിനശിച്ചു. തീ കത്തുന്നത് കണ്ട് തൊട്ടടുത്ത വീട്ടിലെ ശ്യാം എന്നയാൾ നാട്ടുകാരെ വിളിച്ചറിയിക്കുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർ സമീപത്തെ വീടുകളിൽ നിന്ന് മോട്ടോർ പമ്പ് ചെയ്ത് തീയണക്കുകയായിരുന്നു. ഇരിങ്ങാലക്കുടയിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സും മതിലകം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പെട്ടെന്ന് തീയണക്കാനായതിനാൽ മറ്റു കെട്ടിടങ്ങളിലേക്ക് തീ പടർന്നില്ല. 2 ബ്ലോക്കുകളിലായി 130 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണിത്. 1 വർഷത്തോളമായി ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം പതിവാണെന്ന് പ്രധാനാധ്യാപിക പറയുന്നു. സ്കൂളിന്റെ വാതിലുകളും ജനലഴികളും പൊളിച്ച് അസമയങ്ങളിൽ പുറമേ നിന്നുള്ളവർ അകത്ത് കടക്കുന്നതും ക്ലാസ് മുറിയിലും ഓഫീസുകളിലും വൃത്തികേടുകൾ കാട്ടുന്നതും പതിവാണ്. കുട്ടികൾ നട്ടുവളർത്തുന്ന വാഴത്തോട്ടം വെട്ടിനശിപ്പിക്കപ്പെടുകയും ചെടികൾ അരിഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത ഇവിടെ 1 മാസം മുൻപ് കുടിവെള്ള ടാങ്കിൽ ഫിനോയിൽ കലക്കിയതാണ് ഒടുവിലത്തെ സംഭവം. കുട്ടികൾ കുടിക്കാനെടുക്കും മുൻപ് ഭക്ഷണം പാകം ചെയ്യാനായി ജീവനക്കാർ വെള്ളമെടുത്തപ്പോൾ സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ദുരന്തം ഒഴിവാകുകയായിരുന്നു. ഈ സംഭവങ്ങളിലെല്ലാം മതിലകം പോലീസിൽ പരാതി നൽകിയെങ്കിലും കാര്യമായ അന്വേഷണമൊന്നും ഉണ്ടായില്ല. തീപിടുത്തമുണ്ടായ കമ്പ്യൂട്ടർ മുറിയിലെ എല്ലാ ഉപകരണങ്ങളുടെയും വൈദ്യുതി തലേന്ന് തന്നെ വിച്ഛേദിച്ചിരുന്നതായി അധ്യാപികമാർ പറഞ്ഞു. ഇതുകൊണ്ട് തന്നെ വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് അല്ല അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സാമൂഹ്യ വിരുദ്ധർ തീയിട്ടതാകാമെന്നും സംശയമുണ്ട്. പെരിയാർ ജാമിയ മഹ്മൂദിയ ട്രസ്റ്റിന് കീഴിൽ സ്ഥാപിക്കുന്ന പെൺകുട്ടികൾക്കുള്ള അനാഥാലയത്തിന് ശിലയിട്ടു. തൃശൂർ ജില്ലാ സംയുക്ത മഹല്ല് കാളി സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരിയാണ് ശിലാസ്ഥാപനം നിർവഹിച്ചത്. ട്രസ്റ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തിന്റെ ഭാഗമായാണ് അനാഥാലയം നിർമ്മിക്കുന്നത്. സമാപനത്തിന്റെ ഭാഗമായി ശനിയാഴ്ച പ്രാസ്ഥാനിക സമ്മേളനം പത്തപ്പിരിയം അബ്ദുൽ റഷീദ് സഖാഫി ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. ദേശീയപാത 17 നവീകരിക്കുന്നതിന്റെ ഭാഗമായി വർക്ക് ഷോപ്പുകൾ നഷ്ടപ്പെടുന്നവർക്ക് സ്ഥലവും നഷ്ടപരിഹാരവും നൽകണമെന്ന് തൃപ്പയാർ മേഖല ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് സമ്മേളനം ആവശ്യപ്പെട്ടു. കർഷക സംഘം ജില്ലാ സമ്മേളനം കയ്പമംഗലത്ത് നടക്കും. ജില്ലാ സമ്മേളനത്തിലുള്ള സ്വാഗത സംഘം രൂപീകരണ യോഗം കാളമുറി നോബൽ പാലസിൽ CPIM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിലെ സമഗ്രമായ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള നിരവധി പരിപാടികൾ നടത്തണം എന്നാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. നമ്മുടെ ജില്ലയിലെ കാർഷിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള പ്രക്ഷോഭ സമരങ്ങൾ ആരംഭിക്കണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ സമരം. PK ഡേവിഡ് അധ്യക്ഷനായിരുന്നു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി മുരളി പെരുന്നെല്ലി, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അമ്പാടി വേണു, KV പീതാംബരൻ, അവറാച്ചൻ, PM മുഹമ്മദ്, MA ഹാരിസ് ബാബു എന്നിവരും സംസാരിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ചന്ദ്രാപിനിയിൽ സാമൂഹ്യ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കേരള മഹിളാ സംഘം എടത്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ കൂട്ടായ്മ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മഹിളാ സംഘം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷീല സോമസുന്ദരൻ അധ്യക്ഷയായി. M സ്വർണലത, മിനി ഷാജി, RK ബദറുദ്ദീൻ, അഡ്വക്കേറ്റ് KD ഉഷ, ലേഖ രവി എന്നിവരും സംസാരിച്ചു. പുരാതനമായിട്ടുള്ള കുടുംബ വ്യവസ്ഥ എന്തായിരുന്നു? കൂട്ടുകുടുംബ വ്യവസ്ഥ. പുരുഷന്മാര് ജോലി ചെയ്ത് പൈസ കൊണ്ടുവരും, സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി വീട്ടിനകത്ത് ജോലികൾ ചെയ്ത് ഇരിക്കും. അവിടെ പുരുഷന്റെ വാക്ക് അവസാന വാക്കായിരുന്നു. സ്ത്രീകൾക്ക് വലിയ വോയിസും ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾക്കൊട്ട് അഭിപ്രായം പറഞ്ഞാൽ അറിയേയില്ല. കാരണം അവർക്ക് ലോകപരിചയം ഉണ്ടായിരുന്നില്ല. ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയില്ല. മറ്റുള്ളവരുമായിട്ട് അധികമൊന്നും സഹകരിക്കാനായിട്ട് അവസരങ്ങളില്ല. ലോകത്ത് എന്താ നടക്കുന്നത് കാണാനും നമ്മുടെ ചുറ്റുപാട് എന്തൊക്കെയാണ് നടക്കുന്നത്, രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കൊന്നും അറിയാനായിട്ട് വലിയ സാഹചര്യങ്ങളൊന്നും സാധാരണ കുടുംബങ്ങളിൽ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല. ഇടവേള.